ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് അസൈൻമെന്റ് എക്സാമിന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും പിന്നെ ഈ അസൈൻമെന്റ് ഏജൻസി വഴിയൊക്കെ കുറേ സ്റ്റുഡൻസ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുമോ, അതിന് പോസിബിൾ ആണോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണും. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് അത് എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ കുറേ സ്റ്റുഡൻസിന് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സാം, അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയും, നിങ്ങൾക്ക് എക്സാം ഒന്നും എഴുതാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏജൻസി വഴിയൊക്കെ അസൈൻമെന്റ് തയ്യാറാക്കാം എന്നുള്ള കുറെ ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിലൊന്നും വീഴാതിരിക്കുക. നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ. അപ്പൊ അത് ഞാൻ പറയാതെ തന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ അസൈൻമെന്റ് ഒക്കെ യൂണിവേഴ്സിറ്റി, അതായത് ഒരു 4-5 മാസമൊക്കെ നമുക്ക് തരും. അപ്പൊ അതിനുള്ളിലൊക്കെ എഴുതാവുന്നതേ ഉള്ളൂ ഈ അസൈൻമെന്റ് ഒക്കെ. അത് വെറുതെ ഏജൻസി വഴിയൊന്നും നമുക്ക് എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കുറച്ച് തുടങ്ങുവാണെങ്കിൽ ഒരു 5 മാസത്തിന്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അസൈൻമെന്റ് ഒക്കെ എഴുതി തീർക്കാം. ഒരുപാട് തിരക്കുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കുമല്ലേ ഈ ഏജൻസി വഴിയൊക്കെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 8 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മേ ബി ഒരു അസൈൻമെന്റിനകത്ത് വരിക. അപ്പൊ ഈ അസൈൻമെന്റിനകത്ത് വരുമ്പോൾ നമ്മൾ അത് എഴുതി ശീലമായാൽ നമുക്കത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ആൻസർ ഒക്കെ ചെയ്യാൻ സാധിക്കും. മറിച്ച് ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിലോ നമുക്കത് ഓർമ്മ പോലും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ഏജൻസി വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് വഴിയും PDF വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പൊ ഈ PDF വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റിന് ഒരു 800 രൂപയ്ക്കാണ്. അപ്പൊ ഇനി ഇത് ഹാൻഡ് റൈറ്റിങ്ങിലാണെങ്കിലോ അതിലും കൂടും. അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾക്ക് പേയ്മെന്റും കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം അവിടെ നഷ്ടപ്പെടും. അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഏജൻസി വഴിയൊന്നും നിങ്ങൾക്ക് ഏജൻസിയിൽ വീഴാതിരിക്കുക. അപ്പൊ ഏജൻസി വഴിയൊന്നും നിങ്ങൾക്ക് അസൈൻമെന്റ് ഒന്നും തയ്യാറാക്കാതിരിക്കുക. നമ്മുടെ എഫേർട്ടിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഈ അസൈൻമെന്റ് ഒക്കെ നമ്മൾ തന്നെ എഴുതുവാണെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ ആയിരിക്കും. റിസൾട്ട് വരുമ്പോഴും അതിൽ നമുക്ക് ഹാപ്പിനെസ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഏജൻസിയിലൊന്നും വീഴാതിരിക്കുക. ആരും പോയിട്ട് ഏജൻസിയിൽ ചെയ്യാതിരിക്കുക. നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സർവീസിൽ അസൈൻമെന്റ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഒരു അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റു സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അതായത് അവരൊന്നും ഈ ഏജൻസി വഴിയൊന്നും എഴുതാതെ ഇരിക്കുക, അതായത് അവർക്കൊന്നും കൊടുക്കാതെ ഇരിക്കുക. നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് നമ്മൾ തന്നെ എഴുതാൻ ശ്രമിക്കുക. അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.